കൊല്ലം അഷ്ടമുടി കായലിലെ ജൈവസമ്പത്തിന് വെല്ലുവിളിയായി മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണം. ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ കേരള സർവകലാശാലയിലെ അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗം നടത്തിയ പഠനത്തിലാണ്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനുള്ള റാംസർ അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഉൾപ്പെടുന്ന കൊല്ലം അഷ്ടമുടി കായലിൽ മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണം വൻതോതിലെന്ന് കണ്ടെത്തൽ. കായലിലെ മത്സ്യം, കക്ക, ചെളി, വെള്ളം എന്നിവയിൽ മൈക്രോ പ്ലാസ്റ്റിക് വ്യാപകമായി അടങ്ങിയിട്ടുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു. സൂക്ഷ്മ ജീവജാലങ്ങൾക്കുൾപ്പെടെ ഭീഷണിയുയർത്തുന്ന മൈക്രോ പ്ലാസ്റ്റിക് മത്സ്യങ്ങളിൽ 19.6%, കക്കാവർഗ്ഗങ്ങളിൽ 40.9% അടങ്ങിയിട്ടുണ്ട്. മത്സ്യങ്ങളുടെയും കക്കാവർഗ്ഗങ്ങളുടെയും കുടലിൽ കണ്ടെത്തിയ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ പോളിമർ ഘടനയിൽ നൈലോൺ, പോളിയൂറിത്തീൻ, പോളിപ്രൊപ്പലിൻ, പോളിയെത്തിലീൻ, പോളിസിലോക്സൈൻ എന്നിവ ഉൾപ്പെടുന്നു. ചുറ്റുപാടിൽ നിന്ന് ആഗിരണം ചെയ്യാൻ സാധ്യതയുള്ള മൊളിബ്ഡിനം, ഇരുമ്പ്, ബേരിയം തുടങ്ങിയ അപകടകരമായ ഘനലോഹങ്ങളുടെ അംശവും മൈക്രോ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സംസ്കരിക്കാത്ത ഖരമാലിന്യങ്ങളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും കായലിലേക്ക് ഇറങ്ങുന്നത് ഗുരുതര ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് പഠനം. തടാകജലത്തിലെ മൈക്രോ പ്ലാസ്റ്റിക് നിരീക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും വ്യക്തമാക്കുന്നു. കേരള സർവകലാശാലയിലെ അക്വാട്ടിക്സ് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠന റിപ്പോർട്ട് എൽസേവിയേഴ്സ് ജേർണൽ ഓഫ് കണ്ടാമിനന്റ് ഹൈഡ്രോളജിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.